നമസ്കാരം. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ തുറന്ന പോരിലേക്കാണ് ഓരോ കാര്യങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ നിലവിൽ അത്ര നല്ല ചേർച്ചയിലല്ല എന്നതാണ് വ്യക്തം. പൊതുസ്ഥലങ്ങളിൽ കണ്ടാൽ പോലും അല്ലെങ്കിൽ പൊതുവേദിയിൽ കണ്ടാൽ പോലും അവരാരും തന്നെ ഷേക്കൻഡ് കൊടുക്കുകയോ ചിരിക്കുകയോ ഒന്നും പോലും ചെയ്യാറില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ എം ആയി വിജയിച്ചതിനെ തുടർന്ന് വയനാട് MLA ആയിരുന്ന കേളുവിനെ, അതായത് OR കേളുവിനെ മന്ത്രിയായി പിണറായി വിജയൻ നിയമിച്ചു. തുടർന്ന് രാജ്ഭവനിൽ ഗവർണറുടെ മുമ്പാക്കിയ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനും വന്നപ്പോൾ പോലും രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തിലാണ് നിന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയും പറയുന്ന വ്യക്തികളെ യോഗ്യത പോലും നോക്കാതെ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സർവകലാശാലയിലേക്ക് തിരികെ കയറ്റണമെന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അതിലെല്ലാം പറ്റില്ല എന്ന ഒറ്റ മറുപടിയാണ്, ശക്തമായ മറുപടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയത്. നിയമം നോക്കിയും യോഗ്യതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രം, അതായത് UGC പറയുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ ഗവർണറായി ഞാൻ സർവകലാശാലയിലെ ചാൻസലറായിട്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കുള്ളൂ എന്ന് ഗവർണർ പറഞ്ഞു. അതോടുകൂടിയാണ് രണ്ടുപേരും ഇടഞ്ഞത്. അങ്ങനെ അതിനുശേഷം CPM SFI ഉപയോഗിച്ച് ഗവർണറെ ആക്രമിക്കുകയും വലിയ തോതിൽ ഗവർണർ സർവകലാശാലയെ നശിപ്പിക്കാൻ വരികയും RSSനെ തിരികെ കയറ്റാൻ പോകുന്നു എന്നൊക്കെയുള്ള വ്യാജമായ പ്രചാരണം SFI റോഡ് നീളെ, വഴി നീളെ, കോളേജുകൾ നീളെ ബാനറുകൾ കെട്ടിപ്പോക്കുകയും അത് വലിയ തോതിൽ ഒരു വിവാദമാവുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ ഒരു പ്രോഗ്രാമിൽ എത്തുകയും ചെയ്തപ്പോൾ വഴിനീളെ ഫ്ലക്സുകൾ വെച്ചത് ഗവർണറെ ചൊടിപ്പിക്കുകയും ഗവർണർ തന്നെ രാത്രി വന്നത് നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് അതെല്ലാം അയച്ചു മാറ്റുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയ വർഗീസിന് UGC പറയുന്ന മാനദണ്ഡങ്ങൾ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗവർണർ സഹിതം ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ പോയപ്പോൾ തന്നെ സുപ്രീം കോടതിക്ക് തന്നെ കേസ് പരിഗണിച്ചപ്പോൾ ഏതാണ്ട് മനസ്സിലായി പ്രിയ വർഗീസിന് UGC പറയുന്ന അംഗീകാരം തന്നെ ഒന്നുമില്ല, അധികം ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, അസിസ്റ്റന്റ് പ്രൊഫസർ മലയാളം തസ്തികകളിലേക്ക് പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും പ്രിയ വർഗീസിന് ഇല്ല, എക്സ്പീരിയൻസും ഇല്ല എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി. ഈ പ്രിയ വർഗീസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ KK രാഗേഷിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മുഴുവനായിട്ടൊരു രാഷ്ട്രീയ കളികൾ തന്നെ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരനായ രാഗേഷിന്റെ ഭാര്യയെ തിരികെ കയറ്റാൻ നോക്കിയെന്നതും ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ ഗവർണറെയൊക്കെ മാറ്റാൻ വേണ്ടി പിണറായി വിജയൻ നിയമസഭയിലെല്ലാം കൂടി ഒരു ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. ഇതേപോലെ പഞ്ചാബും ഗവർണറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് ബില്ല് അയച്ചിരുന്നു. പക്ഷെ ആ ബില്ലുകളെല്ലാം തന്നെ തള്ളിക്കൊണ്ട് ഗവർണറെ മാറ്റാൻ പറ്റില്ല, അതായത് യൂണിവേഴ്സിറ്റിയിലെ ചാൻസലറുടെ അധികാരത്തിൽ നിന്ന് ഗവർണറെ മാറ്റി ആ അധികാരം മുഖ്യമന്ത്രിക്ക് നൽകാൻ പറ്റില്ല എന്ന് രാഷ്ട്രപതി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ആ പ്രമേയം തള്ളുകയും ആ ബില്ലുകളെല്ലാം തന്നെ തിരിച്ച് അതാത് മുഖ്യമന്ത്രിമാരുടെ അല്ലെങ്കിൽ അതാത് സംസ്ഥാനത്തെ രാജ്ഭവന്റെ ഓഫീസിലേക്ക് അയക്കുകയും ചെയ്തതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരർത്ഥത്തിൽ അടിയായിരിക്കുന്നത് പിണറായി സർക്കാരിന് തന്നെയാണ്, അതുമാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരിനാണ്. അതായത് ഇഷ്ടക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ തിരികെ കയറ്റാനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ പിണറായി സർക്കാർ കാണിച്ചിരിക്കുന്നത്. അതിന്റെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ P ഗോപിനാഥൻ ഉൾപ്പെടെയുള്ളവർക്ക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാതെയാണ് VC കസേരയിലേക്ക് പിണറായി വിജയൻ നിയമിച്ചത്. അത് ഉൾപ്പെടെയുള്ളത് ചൂണ്ടിക്കാട്ടി അത് വലിയ തോതിൽ പ്രശ്നമാവുകയും അവരുടെ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്ത ഫണ്ട് ഉപയോഗിച്ചാണ് ഇവരെല്ലാം ഗവർണർക്കെതിരെ കേസ് പോയത്. അതും വലിയ തോതിൽ ഗവർണർ കടിഞ്ഞാനിട്ട് എല്ലാ പൈസയും തിരിച്ച് ഇത്രാം തീയതിക്കും ഇത്ര മാസത്തിന് മുമ്പേ തിരിച്ച് അതാത് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കണമെന്ന് ഗവർണറുടെ ഒരു അന്തിമ ശാസനം വന്നതോടുകൂടി ഇവരെല്ലാവരും അടപടലം പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.